നമ്മുടെ മുഖ്യമന്ത്രി കാലം കാത്തുവച്ച കർമ്മയോഗി എന്നൊരു പ്രസ്താവന ഇറക്കിയ ആ വ്യക്തിത്വത്തെ നിങ്ങളാരും മറന്നിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിന്റെ സമാധാനനായ മുഖ്യമന്ത്രി, കാലം കരുതിവെച്ച കർമ്മയോഗി, ഈ തുറമുഖത്തിന്റെ ശില്പി. അതെ, നമ്മുടെ വാസവൻ കൊച്ചാട്ടനാണ് പറഞ്ഞത്. ആ പ്രസ്താവനയിൽ ഒന്നുകൂടി ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങളുടെ ക്ഷമയെ കുറച്ചു കൂടുതൽ പരീക്ഷിക്കാൻ തന്നെ വാസവൻ കൊച്ചാട്ടൻ ഇലക്ഷൻ സമയത്ത് തീരുമാനിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നു. ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് മാറ്റമല്ല, തുടർച്ചയാണ്. സംശയമൊന്നുമില്ല. അതെ, കേരളത്തിൽ ഇനി മാറ്റങ്ങളുടെ ഒന്നും ആവശ്യമില്ല, തുടർച്ച മാത്രം മതി. അഴിമതി അങ്ങനെ തന്നെ തുടരുക, ദാരിദ്ര്യം അങ്ങനെ തന്നെ തുടരുക, തൊഴിലില്ലായ്മ അങ്ങനെ തന്നെ തുടരുക, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ തുടരുക, വിദ്യാഭ്യാസത്തിന്റെ നിലവാരമില്ലായ്മ അങ്ങനെ തന്നെ തുടരുക, ലഹരി മാഫിയകൾ, ഗുണ്ടാ മാഫിയകൾ അങ്ങനെ തന്നെ തുടരുക, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ അങ്ങനെ തന്നെ തുടരുക, ഗുണ്ടായിസം അങ്ങനെ തന്നെ തുടരുക. അങ്ങനെ വിരൽ നിവർത്തിയാലും തീരാത്ത തരത്തിലുള്ള മികച്ച കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മികച്ച സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ തുടരുക. അതിനൊന്നും ഒരു മാറ്റവും വരുത്തണ്ടെന്നാണ് വാസവൻ കൊച്ചാട്ടൻ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് മുമ്പ് ഞങ്ങൾ പറഞ്ഞു 2016 LDF വരും, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. ശരിയാക്കിയില്ലേ? ഇനി ഇപ്പം ഞങ്ങൾ പറയുന്നു LDF അല്ലാതെ മറ്റാരുണ്ട് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരാൻ. അങ്ങേർക്ക് തന്നെ ആ തമാശ കേട്ടിട്ട് ചിരി സഹിക്കാൻ വയ്യ. നമ്മളല്ലാതെ വേറെ ആരുണ്ട് ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ, ഇങ്ങനെ ജനങ്ങളുടെ കഞ്ഞിയിൽ മണ്ണി വാരി ഇടാൻ? ഞങ്ങളല്ലാതെ വേറെ ആരുണ്ട്? അതുകൊണ്ട് ഇനിയും ഞങ്ങൾ തന്നെ മതി, ഞങ്ങളെപ്പോലെ ജനങ്ങളെ വലയ്ക്കാൻ വേറെ ആർക്കും പറ്റൂല എന്നാ പറയുന്നത്. അപ്പോൾ പറയുന്നത് ചെയ്യുകയും ചെയ്യുന്നത് പറയുകയും ചെയ്യുന്ന ഭരണമാണ് കേരളത്തിലുള്ളത്. അയ്യോ, പറഞ്ഞത് തെറ്റിപ്പോയി. പെട്ടെന്നേ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ തെറ്റിയതാ. പറയുന്നത് ചെയ്യേയില്ല, ചെയ്യാത്തതേ പറയത്തുള്ളൂ, പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അഥവാ എന്തെങ്കിലും ചെയ്യരുതാത്തത് ചെയ്താൽ ഞങ്ങളത് ചെയ്തു എന്ന് പറയത്തുമില്ല. പറയരുതാത്ത കാര്യങ്ങൾ എല്ലായിടത്തും പറയുകയും ചെയ്യും, ചെയ്യരുതാത്ത കാര്യങ്ങൾ എല്ലായിടത്തും ചെയ്യുകയും ചെയ്യും. അപ്പം ക്ലിയർ ആയില്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെല്ലാം നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളെല്ലാം കൃത്യമായിട്ട് ആ മാതൃക പിന്തുടരുന്നു എന്നുകൂടി കൊച്ചാട്ടൻ പറയണമായിരുന്നു. ഇപ്പോഴും ഇപ്പം ഞങ്ങളുടെ മുമ്പിൽ പിണറായി വിജയൻ തന്നെയാണ് ഞങ്ങളുടെ ലീഡർ, അദ്ദേഹമാണ് ക്യാപ്റ്റൻ. ക്യാപ്റ്റന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഓട്ടക്കപ്പൽ താന്നു കഴിഞ്ഞാലും ക്യാപ്റ്റൻ എന്നുള്ള വിശേഷണം അദ്ദേഹത്തിന് തുടരും അല്ലേ? ഭാഗ്യവാൻ. കാലം കരുതി വെച്ച കർമ്മയോഗി ഞാൻ മുമ്പ് നമ്മുടെ ഉദ്ഘാടന സമയത്ത് പ്രയോഗിച്ചൊരു വാചകമുണ്ട്. അത് ഈ സെൽഫ് ഗോൾ അടിക്കുമ്പോഴെല്ലാം അങ്ങേർക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അണ്ണാ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യും. കാലം കാത്തു വെച്ച കർമ്മയോഗി എന്ന് പണ്ടെണ്ണം പറഞ്ഞായിരുന്നു. അത് ഒന്നുകൂടെ ഉറച്ചു നിൽക്കാൻ വന്നതാ. പക്ഷെ ചിരി അങ്ങേർക്ക് തന്നെ സഹിക്കാൻ വയ്യ. എല്ലാവർക്കും കിട്ടുന്നില്ല കർമ്മശാല. അന്നത് വ്യക്തിപൂജ എന്നൊക്കെയുള്ള പേരിൽ വിമർശിക്കപ്പെടുകയും ചെയ്യും. അതൊക്കെ ആളുകൾ പലതും പറയും. അപ്പൊ കാലം കാത്തു വെച്ച കർമ്മയോഗി എന്നും പറഞ്ഞ് ആ പാദങ്ങളിൽ വീണ് ശിരസിട്ട് തല്ലുമ്പോ, അല്ലെങ്കിൽ പാദപൂജ നടത്തുമ്പോ അത് വ്യക്തിപൂജ എന്നൊക്കെ ഓരോരുത്തർ പറയും. അതൊന്നും നമ്മൾ കാര്യമാക്കത്തില്ല. അതൊന്നും വ്യക്തിപൂജയല്ല, ഇതൊന്നും വാഴ്ത്തുപാട്ടിൽ വരികയുമില്ല. പിന്നെ ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ഓട്ടക്കപ്പലാണെങ്കിലും കടിച്ചു തൂങ്ങാൻ ഒരിടം വേണമല്ലോ. ആ ഇടത്തിന് വേണ്ടിയുള്ള ഗതികെട്ട ഒരു തരം സമ്പ്രദായമാണ് ഈ പറയുന്ന സാധനങ്ങൾ. കേരളത്തിന്റെ ആരാധ്യനായ ലീഡർ ഇപ്പോൾ പിണറായി വിജയനാണ്. കേരളത്തിന്റെ ആരാധ്യനായ ലീഡറോ? ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാനുള്ളത് നിങ്ങളങ്ങ് വിശേഷിപ്പിച്ചാൽ മതി. കാലം കാത്തു വെച്ച കർമ്മയോഗിയോ, ജനങ്ങൾ കണ്ണനായി വന്നവനോ തമ്പിയായി വന്നവനോ, അതൊക്കെ നിങ്ങൾ അങ്ങ് സ്വയം വിശേഷിപ്പിക്കുന്നതായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരാലും ആരാധ്യനായ ലീഡർ എന്നൊക്കെ അങ്ങ് കയറ്റിയിടാതെ. ഒരുമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ഒരു ഘടകമാകും എന്ന ആശങ്കയുണ്ടോ? ഒന്നുമില്ല. കാരണം അതിനകത്തെല്ലാം ഞങ്ങൾക്കുള്ള പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പ്ലസ് പോയിന്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്താര് പറഞ്ഞാലും അനങ്ങത്തില്ല. ഉളുപ്പില്ലായ്മയാണ് ഞങ്ങളുടെ പ്ലസ് പോയിന്റ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടി, ഞങ്ങൾ വാരേണ്ടതെല്ലാം വാരി. ഇനിയിപ്പോൾ അത് തിരിച്ചടി ആയാലും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും വരാനില്ല. ഇത് ഉയർത്തിക്കൊണ്ടുവന്നവരെ പിടികൂടാനും അവരെ കയ്യാമം വെച്ച് കൽപ്പനകൾ അടയ്ക്കാനും കഴിഞ്ഞത് എന്നുള്ളത് അഭിമാനകരമായി ഞാൻ കരുതുകയാണ്. കാരണം അവന്മാര് അകത്ത് പോയതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം പുറത്ത് നിൽക്കാൻ പറ്റിയല്ലോ. മനസ്സിലായില്ലേ? ആരാണ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്നത്, അവന്മാരെ ഞങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റി. ഈ പ്രശ്നത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണോ അവർക്കൊക്കെ പുറത്ത് നിൽക്കാനും പറ്റി. അതാണ് ഇതിലെ വിജയം. ഇടതുപക്ഷത്തിൽ നിന്ന് ഈ റോഡിലെ ഇദ്ദേഹമാണുള്ളതെങ്കിൽ, പാസുവാണുള്ളതെങ്കിൽ വലതുപക്ഷത്തെ മുഴുവൻ ജീവനക്കാരും അതിൻ്റെ സംഘടനയുടെ നേതാക്കന്മാരാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽ നിന്നും ഉണ്ടെന്ന്. അപ്പം നിങ്ങളൊരു പോക്കൃത്തരം കാണിച്ചില്ലേ എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാത്രമല്ലല്ലോ, അവരും കാണിച്ചല്ലോ.
അപ്പം നിങ്ങൾ കാണിച്ചത് പോക്കൃത്തരമല്ലേ? അതെ. അതുപോലെ BJP ബന്ധമുള്ളവരുണ്ട്, ഇവരെല്ലാമാണ്. അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും വ്യത്യസ്തമല്ല. എന്തൊരു നിഷ്കു, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങളെ ഒറ്റപ്പെടുത്തരുതെന്ന്. BJP ഇന്നത്തോണ്ട് തുറക്കണമെങ്കിൽ കേരളത്തോട് കാട്ടിയ കടുത്ത വിവേചനവും ഒടുങ്ങാത്ത പകയും കഷ്ടങ്ങൾ. തെരഞ്ഞെടുപ്പ് മൂക്കിൻ്റെ താഴെ വന്നിട്ടും ഈ ഒരു ഡയലോഗ് മാത്രം ഒന്ന് മാറ്റി പിടിക്കാൻ പറ്റിയില്ല. BJPയെ കുറ്റപ്പെടുത്താൻ ഇപ്പോഴും ഇത് മാത്രമേ കയ്യിലുള്ളൂ. കടുത്ത പക, പിന്നെ മറ്റേ വർഗീയത പറയാൻ വിട്ടുപോയി. നിങ്ങളെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് ഇത്രയും ക്രൂരത, ഇത്രയും പകയും വിദ്വേഷവും കാണിച്ചിട്ടുള്ള വേറൊരു ഭരണം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. വയനാട് ദുരന്തത്തിൽ പോലും നമ്മളോട് കാട്ടിയ വിവേചനം. വയനാട് ദുരന്തത്തിലൊക്കെ ഒരു വിവേചനവും കാണിക്കാതെ കൈയിട്ട് വാരിയ ആളുകൾ നിങ്ങൾ തന്നെ. ഒരു കുഴിക്ക് 7 ലക്ഷം പോട്ടെ. പാചകവാതകം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്രയോ ഹോട്ടലുകൾ പൂട്ടി, എത്രയോ വീടുകൾ വിഷമിക്കുന്നു, എത്രയോ ആളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. ഇത്തരം ഒരു സാഹചര്യത്തിലേക്കെല്ലാം പോകാൻ ഇടവന്ന കേന്ദ്ര ഗവൺമെന്റ് നയമുണ്ടല്ലോ. അത് ശരി. ഇവിടെ പാചകവാതകത്തിന് ക്ഷാമം വന്നതും അവിടെ യുദ്ധം ഉണ്ടായതും വരെ ഇവിടുത്തെ കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പീടുകൊണ്ടല്ലേ? ഇതൊക്കെ നേരത്തെ പറയണ്ടേ? ഞങ്ങൾ അറിഞ്ഞില്ല. ഇപ്പോഴും ട്രംപല്ലേ ഇന്ത്യയുടെ അടുക്കള തീരുമാനിക്കും. ഇന്ത്യയുടെ അടുക്കളയുടെ ചുമതലയും ആ ട്രംപിന്റെ തലയെ കൊണ്ട് വെച്ച് ഇനി ഇവിടുന്ന് സംസാരിച്ച് കയറിയ അണ്ണൻ എവിടെ ചെന്ന് നിൽക്കുമെന്ന് അണ്ണന് തന്നെ പിടിയില്ല. അതുകൊണ്ട് നമ്മൾ നിർത്തുന്നതായിരിക്കും നല്ലത്.